നമ്മുടെ നാട്ടിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇത്രയും വളർന്ന് പന്തലിച്ച ഒരു കമ്പനി വേറെ ഇല്ല, അതെല്ലാം നമുക്കറിയാം. സോ വെൽക്കം ടു ദ ന്യൂ അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ പുതിയ മാർക്കറ്റിംഗ് പ്ലാനിൽ മാറ്റങ്ങൾ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് മാറ്റങ്ങളില്ലാത്തത്. ഓക്കെ, ബാക്കി ചില കാര്യങ്ങളിൽ മാറ്റവും പുതിയ അഡീഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് മാറ്റങ്ങൾ ഇല്ലാത്തത്? ഒന്ന്, റോയൽറ്റിയുടെ സ്ലാബ്. റോയൽറ്റിയുടെ സ്ലാബ്സിൽ ഒരു മാറ്റമില്ല. പണ്ട് എങ്ങനെയായിരുന്നു സ്ലാബ്സ് ഉണ്ടായിരുന്നത്? അതേ സ്ലാബ് തന്നെ, അതേ ഗോൾഡ്, അതേ സ്റ്റാർ ഗോൾഡ്, പ്ലാറ്റിനം, അതിനൊക്കെ എ സൈഡിൽ എത്ര വോളിയം വേണം, ബി സൈഡിൽ എത്ര വോളിയം വേണം, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. റൈറ്റ്, അതിനകത്ത് നോക്കിക്കോളൂ. ഗോൾഡിന് എത്ര വേണം, പണ്ട് എത്രയാണ് വേണ്ടത്, ഇപ്പോഴും അത്രയാണ്. റൈറ്റ്, പ്ലാറ്റിനം വരെ ഒരു വ്യത്യാസമില്ല. ടെക്നിക്കൽ ബോണസ്, അതിനൊരു വ്യത്യാസമില്ല. ഇതിന്റെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പുതിയ പ്ലാനിൽ വേർതിരിച്ചിരിക്കുന്നത് മാത്രം. റൈറ്റ്, രണ്ട് കാറ്റഗറി ആയിട്ട് ടെക്നിക്കലിനെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അത് മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഇന്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കുറച്ച് സീനിയർ ലെവൽ ലീഡർഷിപ്പിൽ എത്തുമ്പോൾ ഇത് കാര്യമായിട്ട് മനസ്സിലാക്കിയാലും മതി. ടെക്നിക്കൽ ലെവലിലേക്കൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് മനസ്സിലാക്കിയാൽ മതി. പുതിയ ആൾക്കാരോടെ ഞാൻ പറയും. റൈറ്റ്, അപ്പൊ ഇതിനകത്ത് സ്റ്റാർ എമറാൾഡ് വരെ ഒരു കാറ്റഗറി, റൂബി മുതൽ മേലോട്ട് ഡയമണ്ട് വരെ മറ്റൊരു ഗ്രൂപ്പുമായിട്ടാണ് ടെക്നിക്കൽ ബോണസിന്റെ ചില ടേൺ ഓവേഴ്സ് ഡിവിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിരിക്കുന്നത്. റൈറ്റ്, അതല്ലെങ്കിൽ ടേൺ ഓവറിലൊന്നും ഒരു വ്യത്യാസമില്ല. പേരിൽ വ്യത്യാസമില്ല. പേൾ തന്നെയാണ്, സ്റ്റാർ പേൾ തന്നെയാണ്, എമറാൾഡ് തന്നെയാണ്. അതിന്റെ സ്ലാബുകൾ എത്ര ടേൺ ഓവർ വേണം, ഒന്നും ഒരു വ്യത്യാസം. നത്തിങ് ഈസ് അൺചേഞ്ച്. റൈറ്റ്, എന്താണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്, എന്താണ് പുതിയ പ്ലാനിലുള്ള മോഡിഫിക്കേഷൻ, അത് നമുക്ക് നോക്കാം. റൈറ്റ്, ഇവിടെയാണ് മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ബിഗിനിങ് സ്റ്റേജിൽ 12% വരെ ഉള്ള ഒരു സ്ലാബ് നമുക്കുണ്ടായിരുന്നു. 100 PV മുതൽ 4999 4999 വരെയുള്ള ഒരു 10% ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. ആ സ്ലാബിനെ അവരങ്ങ് റിമൂവ് ചെയ്തു. റൈറ്റ്, എന്നിട്ട് അവരെ മറ്റൊരു കാറ്റഗറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ തുടക്കത്തിലുള്ള സ്ലാബ് അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു നമുക്കൊന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്തിനാണ് ആ ഒരു സ്ലാബ് മാറ്റിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ തുടക്കത്തിലുള്ള ആളുകളാണ് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ. ആർക്കിമിലേക്ക് കയറി ആർക്കിമിന്റെ മീറ്റിങ്ങിലൊന്നും ചിലപ്പോൾ വന്നു എന്ന് വരില്ല, സൂം അറ്റൻഡ് ചെയ്തു എന്ന് വരില്ല, സൂം ടെക്നോളജി ചിലപ്പം ലോഗിൻ ചെയ്യാൻ അറിഞ്ഞു എന്ന് വരില്ല. റൈറ്റ്, പ്രോഡക്റ്റുകൾ ഉൾക്കൊണ്ടു എന്ന് വരില്ല. ചിലപ്പോൾ അവരുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ആയിരിക്കും അവർ സ്പോൺസർ ചെയ്ത് അതിനെ കാര്യഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ മോസ്റ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ തുടക്കത്തിലുള്ള ആളുകൾ. ഇവര് ഏതാണ്ട് ഒരു 10% കമ്മീഷനായിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ 300 PVയുടെ സാധനം വാങ്ങുന്നെങ്കിൽ ഒരു 30 രൂപ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിടക്കും. അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നില്ല. ഇതിങ്ങനെ കമ്പനിയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കിടക്കും. റൈറ്റ്, ചിലപ്പോൾ വന്നിട്ട് അവർ രണ്ടും ആട്ട എടുത്തിട്ട് പോകും. ഓയിൽ ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ ഓയിൽ മാത്രം എടുത്തു, അവർക്കൊന്നും കമ്മീഷൻ വരുന്നില്ല. ഇങ്ങനെയുള്ളൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ തുടക്കത്തിലുണ്ടായിരുന്നു. അവരെ അങ്ങനെ തന്നെ റിമൂവ് ചെയ്തിട്ട് ഒരു പർച്ചേസേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് 10% പകരം 12% കൊടുക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി. അപ്പൊ അവർക്ക് ഫ്രീ പ്രോഡക്റ്റ് ഇതുവരെ അവർക്ക് 20 രൂപ 30 രൂപ 40 രൂപ 50 രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമായിരുന്നു. അതിന് പകരം അതിനേക്കാട്ടിലും 2% കൂടി കൂടുതൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ആ തുടക്കത്തിലുള്ള കാറ്റഗറിയെ മാറ്റി. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പം കാശിന് പകരം ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള തുടക്കത്തിലുള്ള ആളുകളെ പ്രോഡക്റ്റ് ഫ്രീ പ്രോഡക്റ്റ് കാറ്റഗറി 10% പകരം 12% കാറ്റഗറിയിലേക്ക് മാറ്റി. റൈറ്റ്, അതിനുശേഷം പിന്നെ 5000 ആണ്. അപ്പൊ 12% വരെ 2%, ആ 10% നമ്മൾ അവിടെ എടുത്ത് മാറ്റിയല്ലോ. റൈറ്റ്, അപ്പൊ 2% ആണ്. അതിനുശേഷം നമ്മൾ ആസ് ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഗ്രോത്ത് ഉണ്ടല്ലോ, 2.5% ഗ്രോത്ത് റേറ്റിലാണ് നമ്മളെ പഴയ പ്ലാൻ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിക്കോളൂ. 10%, 12%, 14.5%, അങ്ങനെ 14%, 16% എന്നുള്ള അത് ഒരു 2.5% ഗ്രോത്തിലായിരുന്നു ഈ കംപ്ലീറ്റ് 3.5 lakhs വരെയുള്ള കാറ്റഗറി ഉണ്ടായിരുന്നു. അത് സെയിം, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ലാസ്റ്റിലുള്ള ഒരു 2.5 3 ഉണ്ടായിരുന്നത് 29-32 ആയിരുന്നു. അത് 2.5% കാറ്റഗറിയിൽ പോകുന്നു. തുടക്കത്തിൽ 2.5 കാറ്റഗറിയിൽ പോകുന്നു. അത് മാത്രമേ ഇവിടെ ഒരു വ്യത്യാസമായിട്ടുള്ളൂ. റൈറ്റ്, ഇത് കണ്ടില്ലേ, ഇതാണ് പഴയ പ്ലാൻ. ഇതാണ് നമ്മൾ പണ്ട് കാണിച്ചിരുന്ന പെർഫോമൻസ് ബോണസിന്റെ സ്ലാബ്, പ്രീവിയസ് സ്ലാബ്. എന്താണ് പുതിയ സ്ലാബ്? ഇതാണ് പുതിയ സ്ലാബ്. കണ്ടോ, ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ മറ്റോ എടുത്ത് വെച്ചോളൂ.
ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ 12% തുടക്കത്തിലുള്ള 10% തുടക്കത്തിലെ 10% കമ്മീഷനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതിനെ 12% ഫ്രീ പ്രോഡക്റ്റ് കാറ്റഗറി ആക്കി മാറ്റി. അതിനുള്ളൂ മോഡിഫൈഡ് സ്ലാബ്. ദാറ്റ്സ് ഓൾ. അതിനുശേഷം 10 ശേഷം 12 ആയിരുന്നു. ആ 2% അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നോക്കിക്കോളൂ. ഇപ്പുറത്തെ 2.5%, ഇപ്പുറത്തെ 2.5% ഗ്രോത്ത് റേറ്റിലാണ്. ക്ലിയർ? ഇവിടെ എല്ലാ സംഗതികൾ ക്ലിയർ ആയി. റൈറ്റ്, ഓക്കെ. ഇനി ഇവിടെ സംശയം വരും, 10% വ്യത്യാസം വന്നുകൊണ്ട് എന്റെ ഇൻകത്തിൽ വല്ല വേരിയേഷനും വരുമോ എന്ന്. ചിലപ്പം ഈ ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ ലെവലിലേക്കുള്ള ആളുകൾക്ക് ചിലപ്പം ഒരു സംശയം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഇൻകം കാൽക്കുലേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കണക്കൂട്ടും. ഇത് പഴയ സ്ലാബാണ്. റൈറ്റ്, ഇത് പണ്ടത്തെ സ്ലാബാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയാൽ എനിക്ക് എത്ര ഇൻകം കിട്ടും ഒന്ന് കണക്കൂട്ടും. പെട്ടെന്ന് കണക്കൂട്ടും. എ സൈഡില് 50,000 PV, ബി സൈഡില് 25,000 PV. ഞാൻ പേഴ്സണലായിട്ട് ഒരു 5,000 PV ചെയ്തു. പഴയ സ്ലാബ് പ്രകാരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് എത്ര ഇൻകം കിട്ടും? പെട്ടെന്നാട്ടെ, ആരെങ്കിലും ഒരാൾ ഉത്തരം പറയണം കണക്കൂട്ടിയിട്ട്. കണ്ടോ, 50,000 സ്ലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 19%. 25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്ലാബ് പ്രകാരം 16%. എനിക്ക് 50ഉം 25,000 5,000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എനിക്ക് 80,000 PV വന്നുകൊണ്ട് ഞാൻ ഓപ്പണർ ലെവലാണ്. ഞാൻ കളർ വ്യത്യാസപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് അവിടെ 21.5%. അപ്പൊ എന്റെ ഡിഫറൻസ് കമ്മീഷൻ കണക്കൂട്ടി പെട്ടെന്ന് പറയും എത്ര കമ്മീഷൻ കിട്ടും? ആരെ പറയാ? സ്റ്റാർ ആൻഡ് ബിലോ കണക്കൂട്ടി പറയണം. റോയൽറ്റി ടെക്നിക്കലുള്ള ആളുകൾ വരുന്ന ആൻസർ ശരിയോ തെറ്റോ എന്ന് പറയണം. റോയൽറ്റിക്കുള്ള ആളുകൾ പറഞ്ഞാൽ പെട്ടെന്നാട്ടെ, സമയമില്ല. കണക്കൂട്ടിയോ? സ്റ്റാർ ആൻഡ് ബിലോ ആൾക്കാർക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇത് പ്രീവിയസ് പഴയ സ്ലാബാണ്. മോഡിഫൈഡ് സ്ലാബ് ഞാൻ അടുത്ത സ്ലാബിൽ കാണിക്കും. അത് കണക്കൂട്ടി പറയണം. Come on, chat box. Come on, our leaders, star and below. വളർന്നു വരുന്ന കരുത്തന്മാർ അവരാണ് സ്റ്റാർ. വൈറ്റൽ ലെവൽസ് എന്ന് പറയുന്നത്. വൈറ്റൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർസിഎമ്മിന്റെ വൈറ്റൽ ഏരിയ ആണത്. ഏറ്റവും പൊട്ടൻഷ്യൽ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലം. കമോൺ, ചാറ്റ് ബോക്സിൽ വന്നോ? 3,575. എല്ലാവരും ഒരേ ആൻസർ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് ആൻസർ. 3,575 കറക്റ്റ് ആണല്ലോ. വെറുതെയുള്ള കേരളത്തില്. എക്സലന്റ് 3,575 ആണല്ലോ. ആരോ ഒന്ന് തെറ്റിച്ചെഴുതിയിട്ടുണ്ട്. 1,875 അല്ല, 3,575. അതിന്റെ കണക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾ വാങ്ങിയിരിക്കുന്ന പേഴ്സണൽ 5,000 21.5% അക്കൗണ്ടിൽ വരും. എ സൈഡിൽ നിന്നും 2.5% ഡിഫറൻസ് 1,250. ബി സൈഡിൽ നിന്ന് 5% ഡിഫറൻസ് 1,250. ടോട്ടൽ ഇൻകം എത്രയാ? ടോട്ടൽ ഇൻകം 3,575. കറക്റ്റ്, എക്സലന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ കാൽക്കുലേഷനിലേക്ക് പോവാം. മോഡിഫൈഡ് വൺ. എല്ലാവരും കണക്കൂട്ടി അതിന്റെ ആൻസർ പറയണം. ഓക്കെ, കണക്കൂട്ടിയുടെ ആൻസർ പറയണം. പുതിയ സ്ലാബ്. പുതിയ സ്ലാബ് കണക്കൂട്ടി പറയും. സെയിം ഒരു വ്യത്യാസവും ഇല്ല. സെയിം. എന്റെ പേഴ്സണൽ പർച്ചേസ് 5,000. എ സൈഡിൽ 50,000, ബി സൈഡിൽ 25,000. സെയിം, ഒന്നും വ്യത്യാസമില്ല. പുതിയ സ്ലാബ് പ്രകാരം വാട്ട് വിൽ ബി മൈ ഇൻകം? പലർക്കും ഒരു പേടി ഉണ്ടാവും. ഈ സ്ലാബ് മാറിയത് കൊണ്ട് എന്റെ കമ്മീഷൻ അടിച്ചു പോയോ എന്നുള്ള ഒരു പേടി. ഇവിടെ തീരാൻ പോവാണ്. ചെറിയ സമയം കൊണ്ട് നമ്മളുടെ മുന്നിലുള്ള സസ്പെൻസ് ഇവിടെ ഓപ്പൺ ആവാൻ പോവാണ്. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഒരു തംസപ്പ് ചാറ്റ് ബോക്സിലുള്ളൂ. റെഡിയാണെങ്കിൽ കണക്കൂട്ടിയോ? കാൽക്കുലേഷൻ ചെയ്തോ? എഴുതി, ചാറ്റിൽ ടൈപ്പ് ചെയ്യൂ. ആൻസർ എഴുതൂ. പുതിയ കാൽക്കുലേഷൻ പ്രകാരം എത്രയാ കാശ് വരികയാണ്? പുതിയ കാൽക്കുലേഷനിൽ കാശ് ഇത്ര വരും. പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ കണക്കൂട്ടിയോ?
50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5% സ്ലാബാണ്. 25,000 7% സ്ലാബാണ്. ഓപ്പണർ എന്ന് പറയുന്ന ലെവൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് 12% കമ്മീഷൻ ലെവലാണ്. അപ്പൊ എത്രയാണ് കമ്മീഷൻ? കണക്കൂട്ടി പറയൂ. എഴുതൂ, ചാറ്റ് ബോക്സിൽ വരട്ടെ. ആൻസർ വരട്ടെ. 3,100. അഞ്ചു സിജു. ഓക്കെ, 3,100 ശരിയാണോ? 3,100 ഈസ് ഇറ്റ് റൈറ്റ്? യെസ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആണല്ലോ. നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസ് 5,000 12% കമ്മീഷൻ 600. എ സൈഡിൽ നിന്നും 2.5% ഡിഫറൻസ് 1,250. ബി സൈഡിൽ നിന്നും 1,250. ടോട്ടൽ ഇൻകം 3,100 അല്ലെ? പഴയ കാൽക്കുലേഷൻ പ്രകാരം എത്രയായിരുന്നു? പഴയ കാൽക്കുലേഷൻ പ്രകാരം 3,575 ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസ് 5,000 നമ്മൾ ഈ പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ട് 6 മാസം കഴിയുമ്പോൾ 5,000 റുപ്പീസിന്റെ പ്രോഡക്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ 5,000ന്റെ പ്രോഡക്റ്റിനെ 6 ഡിവൈഡ് ചെയ്യും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5,000 ഡിവൈഡഡ് ബൈ 6 അപ്പൊ എത്ര കിട്ടുന്ന വെച്ചാൽ 833 എന്ന് കിട്ടും. 833 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഓരോ മാസവും ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ്. അതായത് 5,000 PD മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് 6 മാസം കഴിയുമ്പോൾ കിട്ടുന്ന ഫ്രീ പ്രോഡക്റ്റ് വഴി 833 റുപ്പീസ് അവർക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അതിനെയും കൂടി ഈ മാസത്തിന്റെ ഇൻകത്തിലേക്ക് കണക്കൂട്ടിയാൽ 3,100 പ്ലസ് 833 അപ്പൊ എത്ര വന്നു? 3,933 പ്ലസ്. അത് തീർന്നില്ല. നിങ്ങൾ ആ ഓപ്പണർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് കമ്പനിയുടെ ടേൺ ഓവറിന്റെ 1% ഡിവിഡൻഡിന്, 1% അല്ല, അത് മന്ത്ലിയാണ്. ഓക്കെ, 1% ആനുവലി ഉണ്ട്. അപ്പൊ ടോട്ടൽ 2%, 1% മന്ത്ലി ആൻഡ് 1% ആനുവലി. അപ്പം കമ്പനിയുടെ ഓൾ ഇന്ത്യ ടേൺ ഓവറിന്റെ ഒരു പാർട്ടും കൂടി നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ എന്തായി? ടോട്ടൽ ഇൻകം എത്ര വന്നു? 3,100 പ്ലസ് 833. അതിന് 6 മാസത്തിൽ കിട്ടുന്ന ഫ്രീ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ 833 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് ഫ്രീ കിട്ടുന്നത്. അപ്പൊ 3,933 റുപ്പീസ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പഴയ പ്ലാൻ പ്രകാരം 3,500 ആയിരുന്നു. ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം 3,000. ഞാൻ ഓപ്പണർ ലെവലിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓപ്പണർ ലെവലിൽ കിട്ടുന്ന ഇൻകം പ്ലസ് 2% ഓഫ് ദ ഓൾ ഇന്ത്യ കമ്പനി ടേൺ ഓവർ. അതിൽ 1% മന്ത്ലിയും 1% ആനുവലിയും കിട്ടും. അപ്പൊ പണ്ടത്തെ പ്ലാനും ഇപ്പോഴത്തെ പ്ലാനുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? അതിനേക്കാളും കൂടുതൽ കിട്ടാനുള്ള പ്ലാൻ. അതായത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ 3,100 ക്യാഷ് ആയിട്ട് അക്കൗണ്ടിൽ വരും. 833 റുപ്പീസ് ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 1% മന്ത്ലി കിട്ടുന്ന ആനുവൽ കമ്പനി ടേൺ ഓവർ ക്യാഷ് ആയിട്ട് അക്കൗണ്ടിൽ വരും. 1% ആനുവലി കിട്ടുന്ന ഓൾ ഇന്ത്യ ടേൺ ഓവർ കമ്മീഷൻ അതും ക്യാഷ് ആയിട്ട് വരും. ഇതിനകത്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് 833 റുപ്പീസ് പെർ മന്ത്. അതിനെ ഡിവൈഡ് ചെയ്യുന്നോണ്ടാണ് 5,000 റുപ്പീസിന്റെ പ്രോഡക്റ്റിനെ ഫ്രീ പ്രോഡക്റ്റ്. ഇതിനകത്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് 833 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് ഫ്രീ ആയിട്ട്. ബാക്കി എല്ലാം ക്യാഷ് ആണ്. 3,100 ക്യാഷ് ആണ്. 1% മന്ത്ലി കമ്മീഷൻ ക്യാഷ് ആണ്. 1% ഓൾ ഇന്ത്യ ടേൺ ഓവറിന്റെ കമ്മീഷൻ ക്യാഷ് ആണ്. ആനുവൽ കമ്മീഷനും ക്യാഷ് ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. കൺസിസ്റ്റൻസി ബോണസ് ഫ്രീ പ്രോഡക്റ്റ് ആഫ്റ്റർ 6 months. കണ്ടില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ പ്രോഡക്റ്റ്. അതിനെയാണ് ഞാൻ നേരത്തെ ഡിവൈഡ് ചെയ്തത്. 6 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ 1,500 ഒരു കാറ്റഗറി ഉണ്ട്, 2,500 മറ്റൊരു കാറ്റഗറി ഉണ്ട്, പിന്നെ എന്താണ് 5,000 ഒരു കാറ്റഗറി ഉണ്ട്. ഞാൻ 5,000ന്റെ കാറ്റഗറിയാണ് ഏതില് എക്സാമ്പിൾ ആയിട്ട് എടുത്തത്? പ്രീവിയസ് കാൽക്കുലേഷനിൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. കണ്ടില്ലേ? 5,000ന്റെ പ്രോഡക്റ്റ് 5,000 PD, 1,500 PD, ഇതാണ് മിനിമം. 1,500 എല്ലാവരും 1,500 PVയിലേക്ക് നമ്മൾ ഒരു പുതിയ വ്യക്തി ആദ്യമേ ജോയിൻ ചെയ്താൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ മുന്നത്തെ ഒരു സ്ലൈഡ് ഞാൻ അതിനെ പറ്റി പറയാം. അപ്പൊ 1,500 PV തൊട്ടിട്ട് ആളുകൾ കൺസിസ്റ്റൻസി പ്ലാനിൽ വരും. 6 മാസം കൺസിസ്റ്റന്റ് പർച്ചേസ് ചെയ്യുക. 1,500 സാധനം ഫ്രീ വാങ്ങാം. 2,500 PVയുടെ പ്രോഡക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങാം. 2,500 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ വാങ്ങാം. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മറ്റൊരു ചോദ്യം ഇപ്പൊ വരും, നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ, അപ്പൊ അതാണ് കൺസിസ്റ്റൻസി ബോണസ് ആഫ്റ്റർ 6 months. ഓക്കെ, അതേപോലെ തന്നെ ക്യാഷ്. എനിക്ക് കാശായിട്ട് വേണം അന്ന് ആഗ്രഹമുള്ള ആളുകൾ സൂപ്പർ ഡയമണ്ട് ക്ലബ് ആൻഡ് അബോച്ച് ചെയ്യണം. 5,000 PV വരെ ഫ്രീ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ? 1,500 1,500 PV 1,500 PV ചെയ്താലും 2,500 PV കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലും 5,000 PV ചെയ്താലും
കൺസിസ്റ്റന്റ് ആയിട്ട് 6 months ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫ്രീ പ്രോഡക്റ്റ് ആണ് കിട്ടുക. എനിക്ക് ഫ്രീ പ്രോഡക്റ്റ് അല്ല ക്യാഷ് വേണം എന്ന ആഗ്രഹമുള്ളവർ സൂപ്പർ ഡയമണ്ട് ക്ലബ് ആൻഡ് അബോവ് ചെയ്യണം. 10,000 PV മന്ത്ലി, 25,000 PV മന്ത്ലി, 50,000 PV മന്ത്ലി ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ പ്രോഡക്റ്റ്, ആ 5,000 rupeesന്റെ ഫ്രീ പ്രോഡക്റ്റും കിട്ടും, ഈ ക്യാഷ് അവാർഡും കിട്ടും. 3,000 rupees ക്യാഷും ട്രാൻസ്ഫർ ആവും, 12,500 ക്യാഷും കിട്ടും, 30,000 ക്യാഷ് കിട്ടും. അതാ അതിന്റെ താഴെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. സുജിത് സാറിന് ഇന്നലെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സുജിത് സാർ ആ താഴെ എഴുതിയിരിക്കുന്ന ഹിന്ദി ഒന്ന് വായിക്കൂ, കേക്കട്ടെ. यदि खरीद PV 1 लाख से ज्यादा होती है तो प्रति 50,000 PV पर 30,000 रुपए के अनुसार कंसिस्टेंसी कैश अवार्ड दिए जाएगा. ഇതിന്റെ മലയാളീകരിച്ചിട്ട് ആര് പറയും? ഇതിനൊന്ന് മലയാളീകരിച്ചിട്ട് ആരാ പറയാം? यदि खरीदी PV 1 लाख से ज्यादा होती है तो प्रति 50,000 PV पर 30,000 के अनुसार कंसिस्टेंसी कैश अवार्ड दिए जाएगा. കനകമ്മ മേഡം ആണോ പറയാ? യെസ്, കനകമ്മ മേഡത്തിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. മേഡം പറയൂ. ഗുഡ് മോർണിംഗ് ഓൾ, ഹാപ്പി മോർണിംഗ്. മോർണിംഗ് സർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 50,000 പർച്ചേസ് വോളിയത്തിന് 30,000 രൂപ ക്യാഷ് അവാർഡ് പറഞ്ഞിട്ടുണ്ട്. 50-ന് മുകളിലോട്ട് 1 ലക്ഷം ചെയ്യുന്ന ആളിനും 50,000-ന്റെ പോലെ തന്നെ 1 ലക്ഷം ആകുമ്പോ 2 50,000 വരും. അപ്പൊ 30,000 പ്ലസ് 30,000. ഇനി അതിന് മുകളിൽ 2 ലക്ഷം ചെയ്യുകയാണെങ്കിൽ 1,20,000 രൂപ വരും. അങ്ങനെ ഓരോ 50,000-നും 30,000 വെച്ചിട്ട് കണക്കാക്കണം. സൂപ്പർ. കനകമ്മ മാഡത്തിന് ഒരു നല്ല ക്ലൈയടി കൊടുക്കും. എല്ലാവരും നല്ലൊരു ക്ലാസ് കൊടുക്കും. സാർ എന്റെ ഡൗട്ട് തീർന്നു. എങ്ങനെ? എന്റെ സംശയം തീർന്നു. റൈറ്റ്, ഓക്കെ. സോ അതാണ് അവിടെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതാണ് സുജിത് സാറിനോട് ഹിന്ദി വായിക്കാൻ പറഞ്ഞത്. റൈറ്റ്, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ക്യാഷ് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ക്യാഷ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ഡയമണ്ട് ക്ലബ് ആൻഡ് അബോവ് ചെയ്യുന്ന ആളുകൾക്കാണ് ക്യാഷ് ആയിട്ട് കിട്ടുക. ബാക്കി എല്ലാവർക്കും എന്താണ് കിട്ടുക? ഫ്രീ പ്രോഡക്റ്റ് ആണ്. 5,000 and PV and below, അതായത് 1,500, 2,500 അവർക്കെല്ലാം പ്രോഡക്റ്റ് ഫ്രീ പ്രോഡക്റ്റുകളാണ്. ഓക്കെ, ലെറ്റ് us move to the next slide. ഇവിടെയാണ് അഡീഷണൽ ബെനിഫിറ്റുകൾ